മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിഗ്രി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ പഠിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മാത്രമെന്നുള്ള ഒരു പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ സിലബസിൽ ഭാഷാ സാഹിത്യത്തിന് പ്രാധാന്യമില്ലെന്നും വിമർശനമുയരുന്നുണ്ട്. സിലബസ് വിദഗ്ധ സമിതിയെ കൊണ്ട് പുനഃപരിശോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം VC-ക്ക് കത്ത് നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി മലയാള സിലബസിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള ഉപാധിയായി ബോർഡ് ഓഫ് സ്റ്റഡീസ് മാറ്റിയിരിക്കുന്നു. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ജ്ഞാന പാരമ്പര്യത്തെപ്പറ്റി പഠിക്കാനാണ് ആ സിലബസിൽ വിഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് നിലവിൽ BA മലയാള സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകൾ, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കുകയും അതിൽ CPM ചായ്വുള്ള, കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ആശയങ്ങളെ പിൻവലിച്ച് സിലബസ് ഭാഷയ്ക്കും സാഹിത്യത്തിനും കേരളത്തിൻ്റെ ജ്ഞാന പാരമ്പര്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിൽ പുനർനിർണ്ണയിക്കുകയും മോഡിഫൈ ചെയ്യുകയും വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സാനിയോ മനോമയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സാനിയോ, ഈ പരാതിയിൽ പറയുന്ന വിശദാംശങ്ങൾ, ആ കത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് കത്തിൽ പ്രധാനമായും പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ശേഷമാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ അത് ഭാഷാ വിഷയങ്ങളായിരുന്നു പഠിപ്പിക്കുക. പക്ഷേ ഇപ്പോൾ ഭാഷാ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ പഠിപ്പിക്കുന്നത് എന്നും ആരോപണമുണ്ട്. അതിൽ ഡിഗ്രി സിലബസിൽ ഭൂപരിഷ്കരണം, ജന്മിത്വം, കർഷക സമരങ്ങൾ തുടങ്ങിയ അധ്യായങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇടത് സർക്കാർ അവരുടെ മേന്മകളായി പ്രചരിപ്പിക്കുന്നവയാണ് എന്നാണ് ആരോപണം. മറ്റ് സർക്കാരുകളുടെ ഒന്നും കാര്യങ്ങൾ ഇതിൽ പ്രചരിപ്പിക്കുന്നില്ല എന്നും അല്ലെങ്കിൽ പറയുന്നില്ല എന്നും പറയുന്നു. ഏതായാലും ഇടത് സർക്കാരിനെ ഇത്തരത്തിൽ കഴിഞ്ഞുപോയ ഇടത് സർക്കാരുകളുടെ മേന്മകൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അക്കാദമിക് കൗൺസിലോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് സ്റ്റഡീസോ ചേർന്ന് സിലബസ് വീണ്ടും പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ അധ്യാപകരടക്കം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സിൻഡിക്കേറ്റ് അംഗമാണ്. ശരി, സാനിയോ മനോമയാണ് വിശദാംശങ്ങൾ നൽകിയത്.